സോ ഗൈസ്, ഇതാണ് എൻ്റെ റൂം എന്ന് പറയുന്നത്. വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനും അനിയനും കൂടെയാണ് കിടക്കുന്നത്. റൂമിൽ നിന്ന് ആദ്യം കയറി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഒരു കലണ്ടർ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് അല്ല ഡേറ്റൊന്നും. പിന്നെ പള്ളിയുടെ ഒരു ഇതുണ്ട്, അറബിയുടെ ഒരു കലണ്ടർ പോലത്തെ. അപ്പോൾ അതുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ ഒരു ബെഡുണ്ട്. ഞാനും അനിയനും കൂടെ കിടക്കുന്നത്. അപ്പം അതായത് ഞാൻ ഇപ്പോൾ റൂം മൊത്തം ക്ലീൻ ചെയ്താണ്. അതായത് സ്റ്റഡി ടേബിളും അങ്ങനെ ഷെൽഫൊക്കെ ഒതുക്കി വെച്ച് ഇപ്പം ചെയ്തതേ ഉള്ളൂ. അങ്ങനെ വേണ്ട ഇവിടെ ഞാൻ 2 തലങ്ങണിയാണ് വെക്കുന്നത്. അവന് 2 തലങ്ങണിയാണ്. അവൻ്റെ ഒരു തലങ്ങണി അപ്പുറത്ത് കിടക്കുകയാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു. പിന്നെ ഞാൻ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ഓടാത്ത ക്ലോക്കും വെച്ചിട്ടുണ്ട്. അത് ഓടത്ത് പോലും ഇല്ല, സമയവും തെറ്റിക്കിടക്കാണ്. പിന്നെ ഇവിടെ ഒരു ഫാനുണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ എല്ലാ വീട്ടിലും പോലെ തന്നെ പിന്നെ ഒരു ഫാനുണ്ട്, ടേബിൾ ഫാനുണ്ട് കേട്ടോ. രാത്രി ചൂടെടുക്കുന്ന സമയം അതെടുക്കും. പിന്നെ ഇവിടെ ഒരു സോഫ കോർണർ പോലത്തെ ഒരിതുണ്ട്. പിന്നെ ഇവിടെ അനിയൻ്റെ ഇത് പള്ളിയിൽ കൊണ്ടുവന്ന ബാഗും ഇത് സ്കൂളിൽ കൊണ്ടുവന്ന ബാഗും. എനിക്ക് സ്കൂളിലത്തേക്കൊന്നും വാങ്ങിച്ചില്ല, കാരണം ഞങ്ങൾക്ക് ജൂലൈ 2 സ്കൂൾ തുറക്കുന്നതെന്ന് പറയുന്നത്. കൃത്യമായിട്ട് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അതിൻ്റെ മണ്ടയിലും എന്തൊക്കെയൊക്കെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഷെൽഫിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഇത് പഠിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ് ഉപ്പും മുളകും മിഠായി. ഇതേണ്ടോ, അതാണ് ഷെൽഫിൻ്റെ വീഡിയോ വരുന്നുണ്ട്, ക്ലീനിങ്ങിൻ്റെയൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് കറക്റ്റ് നേരെ ഇടാം. പിന്നെ എൻ്റെ ഒരു ഹാൻഡ് ബാഗ് വരുന്നുണ്ട് അവിടെ മേളിൽ. നമ്മൾ കന്യാകുമാരി പോയപ്പോൾ വാങ്ങിച്ച ഒരു ശംഖുണ്ട്. പിന്നെ ഇവിടെ അത്താടെ അമ്മയുടെ ഫോട്ടോ ഉണ്ട്. ഇവിടെ ഒരു തസ്ബി ഉണ്ട്. പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും ഷെഡിലായിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഈ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അതുണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട് കേട്ടോ, 2 ഇത് വരുന്നത്. ഇതിന് വണ്ടിയിൽ നമ്മുടെ ഈ ഒരു ഷോള് വെച്ചിട്ടാണ് ഇത് ഇട്ടേക്കുന്നത്. പിന്നെ എല്ലാവരുടെയും വീട്ടിലത്തെ വിട്ട് ഒരു അലമാരി ഉണ്ട്, കണ്ട. ഇതാണ് നമ്മുടെ അലമാരി. ഇതിനകത്ത് ഞാൻ ചെയ്യാവുന്നതിലേറെ കലാവിരുതുകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അമ്മാതിരി പരിപാടികൾ ഞാൻ പെയിൻറ്റും അതായത് അതുപോലെ തന്നെ പേനയും വെച്ചു എല്ലാം ഞാൻ അമ്മാതിരി പണി കാണിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതാണ് റൂമിൽ വരുന്നത്. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനൊരു അലുക്ക് കുലുക്ക് സാധനങ്ങളൊക്കെ ഉള്ളൊരു റൂം മാത്രമേ ഉള്ളൂ നമ്മുടെ റൂമിൽ. പിന്നെ എൻ്റെ സ്റ്റുഡിയോ ഞാൻ നേരത്തെ സെറ്റ് ചെയ്തത് അവിടാണ്. അതിന് മുമ്പ് ഞാൻ സ്റ്റുഡിയോ സെറ്റ് ചെയ്തു. സ്റ്റുഡിയോ എന്ന് പറയുന്നത് വലിയ ഒന്നുമില്ല, ചെറുതായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം ഞാൻ നേരത്തെ എടുത്തത് വേറൊരു റൂമിലാണ്. അപ്പം നിങ്ങൾക്ക് ഹോം ടൂർ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, ഞാൻ ഹോം ടൂർ എടുക്കുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം ഞാൻ ഇവിടുന്ന് മാറ്റി ഇവിടോട്ട് ഞാൻ അങ്ങനെ ആക്കി. അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പോകത്തില്ല, അത് എൻ്റെ മൈൻഡിൽ വരുന്ന എൻ്റെ കുട്ടിയായിരിക്കും. അപ്പം റൂമിൽ നിന്ന് അതായത് കതക് തുറന്ന് കയറി വരുമ്പോഴേ നമ്മളത് ഇതൊക്കെയാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. പിന്നെ ഇച്ചിരി പക്കമൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ നമ്മുടെ സ്വന്തം വീടല്ല, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ.